ADOOR 1 ടെക്കി വിസാർഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ഏറ്റവും പുതിയ iPhone 14 Pro ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുകയാണെങ്കിൽ ഇതേലത്തെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞൊന്നും ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ iPhone 14 Proയുടെ പാക്കിംഗ്. ആസ് യൂഷ്വൽ വരുന്ന പോലെ ആ ചെറിയ പാക്കിംഗ് തന്നെയാണ് ഇത്തവണയും ഐഫോൺ വന്നേക്കുന്നത്. ഇവിടെ ഐഫോൺ എന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതിൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോട്ടോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈനാമിക് ഐലൻഡ് വരുന്ന ആ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അവർ ഏറ്റവും പുതിയ വാൾപേപ്പർ ഡിസൈനിലാണ് കൊടുത്തേക്കുന്നത്. ഇത് ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്ത് പോയി, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടത്തില്ല. അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോണാണ് ലഭിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ 14 Pro. അത് കൂടാതെ ലൈറ്റ്നിങ് ടു ടൈപ്പ് സി ഡേറ്റ കേബിളും പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ആണ് കൊടുത്തേക്കുന്നത്. പേപ്പർ വർക്ക്സ് നമ്മൾ ലാസ്റ്റ് ഇയറിലെ പോലെ സിംഗിൾ ആപ്പിൾ സ്റ്റിക്കറും പിന്നെ കുറച്ച് ചെറിയ പേപ്പർ വർക്ക്സും അതേപോലെ സിമിലേറ്റർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് കണ്ടൻസ്. ഫോണിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് സ്മാർട്ട് ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നൽകിയത് cellpointadoor എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ഡിവൈസ് എക്സ്ക്ലൂസീവായിട്ട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും cellpoint കോൺടാക്ട് ചെയ്താൽ മതിയാകും. ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറത്തെ iPhone 13 Pro Max അല്ലെങ്കിൽ പ്രോ വേരിയൻസിലൊക്കെ വന്ന പോലെ അതേ സെയിം ഡിസൈൻ തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല. ബട്ട് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ സൈസ് ആൻഡ് വെയിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈറ്റ് 5.81 ഇഞ്ചസിലാണ് വരുന്നത്, വിഡ്ത്ത് 2.81 ഇഞ്ചസ് ആണ്, അതുപോലെ തന്നെ ഡെപ്ത്ത് 0.31 ഇഞ്ചാണ്, അതായത് തിക്നെസ് 7.85 മില്ലിമീറ്റർ ആണ് വരുന്നത്. ആൻഡ് ഓവറോൾ ആ ഒരു പ്രീമിയം ഫീലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബിക്കോസ് ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിസൈനിൽ തന്നെയാണ് ഇത്തവണയും വന്നേക്കുന്നത്. ആ ഒരു പ്രോ വേരിയൻറ്റിൻ്റെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇപ്പോഴും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പവർ ബട്ടൺ വരുന്നത്. പിന്നെ താഴെയായിട്ടാണ് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ടും സ്പീക്കേഴ്സും മൈക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് വോളിയം റോക്കേഴ്സും അലേർട്ട് സ്ലൈഡറും അതിൻ്റെ കൂടെ തന്നെ സിം ട്രേയും അവിടെ തന്നെയാണ് വരുന്നത്. 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 2556x1179 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 460 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. പ്രോയിലും പ്രോ മാക്സിലും നമുക്ക് ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്, 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, HDR കേപ്പബിലിറ്റി വരുന്നുണ്ട്. അതുപോലെ നോർമലി നമുക്ക് 1000 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് ആയിട്ട് ലഭിക്കുന്നത്. ഔട്ട്ഡോർ കണ്ടീഷനിലും 1600 നിറ്റ്സ് തൊട്ട് 2000 നിറ്റ്സ് വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. IP68 വാട്ടർ പ്രൂഫ് റേറ്റ് നമുക്കിത് വരുന്നുണ്ട്, വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് വരുന്നുണ്ട്. കളർ വേരിയൻസ് നോക്കുവാണെങ്കിൽ സ്പേസ് ബ്ലാക്ക്, അതായത് നമ്മുടെ ഇരിക്കുന്ന കളർ, അതുപോലെ തന്നെ സിൽവർ, ഗോൾഡ്, ഡീപ് പർപ്പിൾ എന്ന് പറയുന്ന കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോറേജ് നമുക്ക് 128, 256, 512 അതുപോലെ 1 TB വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും പുതിയ A16 ബയോണിക് ചിപ്പാണ് ആപ്പിൾ കൊടുത്തേക്കുന്നത്. 14 എന്ന് പറയുന്ന മോഡലിൽ മാത്രം നമുക്ക് ഓൾഡ് ചിപ്സെറ്റും പുതിയ 2 മോഡൽ, അതായത് പ്രോ മാക്സ് എന്ന് പറയുന്ന 2 മോഡലാണ് പുതിയ ചിപ്സെറ്റ് നമുക്ക് ലഭിക്കുന്നത്. 16 കോർ ന്യൂറൽ എഞ്ചിനാണ് ഈ ഒരു A16 ബയോണിക് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ അല്ലെങ്കിൽ റിവ്യൂ പറയുകയാണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇടുമ്പോൾ നമുക്ക് ചിപ്സെറ്റിനെ പറ്റി സംസാരിക്കാം. ഓഫ് കോഴ്സ് എന്തായാലും നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറ സിസ്റ്റം നോക്കുവാണെങ്കിൽ 48 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറയാണ് ഇത്തവണ ആപ്പിൾ നൽകിയിരിക്കുന്നത്. ഒരു ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് തന്നെ അതിൽ വന്നിട്ടുണ്ട്. 48 മെഗാ പിക്സൽ കൂടാതെ ഒരു 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നത്. അതുപോലെ 3x ഒപ്റ്റിക്കൽ സൂമും നമുക്ക് മാക്സിമം ലഭിക്കുന്നുണ്ട്. ഫോട്ടോണിക് എഞ്ചിൻ്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്, അതുപോലെ ലൈഡാർ സ്കാനറിൻ്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ കുറച്ച് നാൾ മുന്നേ കൊണ്ടുവന്ന പ്രോറോയുടെ സപ്പോർട്ടും ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ വരുന്നുണ്ട്. വീഡിയോഗ്രാഫി നോക്കുവാണെങ്കിൽ 4K ആയിട്ട് 60 FPS വരെ നമുക്ക് എടുക്കാൻ സാധിക്കും. സിനിമാറ്റിക് മോഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത്തവണ 4Kയിൽ നമുക്ക് 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും HDR സപ്പോർട്ടോട് കൂടി. അതുപോലെ തന്നെ ആക്ഷൻ മോഡും അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ആപ്പിൾ എപ്പോഴും ക്യാമറയിൽ ഫോക്കസ് ചെയ്യും. ഇത്തവണ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോഗ്രാഫിയിലായാലും. അപ്പോൾ ലാസ്റ്റ് ഇയറിലെ പോലെ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ഒരു ക്യാമറ വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് ക്യാമറയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ക്രാഷ് ഡിറ്റക്ഷൻ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവർ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിൽ ഇപ്പോൾ കറൻറ്റ്ലി വർക്കിംഗ് അല്ല. US-ലും അതുപോലെ കാനഡയിലും ലിമിറ്റഡ് ആക്കിക്കൊണ്ടാണ് ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നത്. അത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 5G കേപ്പബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ്. കറൻറ്റ്ലി 22 ബാൻഡിനെ പറ്റി അതിൻ്റെ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Wi-Fi 6ൻ്റെ സപ്പോർട്ടും ബ്ലൂടൂത്ത് 5.3യുടെ സപ്പോർട്ടും NFC സപ്പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട്. ഓഡിയോ പ്ലേബാക്ക് നോക്കുവാണെങ്കിൽ ഡോൾബി ഡിജിറ്റലിൻ്റെയും ഡോൾബി ഡിജിറ്റൽ പ്ലസിൻ്റെയും ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. വീഡിയോ പ്ലേബാക്കിൽ നമുക്ക് HDR വിത്ത് ഡോൾബി വിഷനും HDR10ഉം HLGയും സപ്പോർട്ട് വരുന്നുണ്ട്. 3200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. ചാർജർ നോക്കുവാണെങ്കിൽ നോർമലി നമ്മൾ വാങ്ങണം. ആ വാങ്ങുന്ന നോർമൽ ചാർജറിന് 20 വാട്ടിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. വയർലെസ് ചാർജിങ് 15 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവസാനത്തേക്ക് ബാക്കി വെച്ചിരുന്നത് iOS 16 പറ്റിയാണ്. ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം iOS 16 പറ്റി. ഇതിനകത്ത് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ഫീച്ചർ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഒരു iOS 16ൻ്റെ ആ ഒരു കോൺഫിഗറേഷനോടെയാണ്. ആ ഒരു ഡൈനാമിക് ഐലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടിലന് യൂസ്ഫുൾ ഫീച്ചറായിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. പില്ല് മാത്രമായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേനെ. പക്ഷേ
ഈ ഒരു മൾട്ടിപ്പിൾ ഫംഗ്ഷനാലിറ്റി ആ ഒരു പില്ലിൽ അല്ലെങ്കിൽ ആ ഒരു ഐലൻഡിൽ കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു എക്സൈറ്റിംഗ് ഫീച്ചർ പോലെ ആപ്പിളിന് അത് കാണിക്കാൻ സാധിച്ചു. ഒരുപാട് നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച വാൾപേപ്പർ കസ്റ്റമൈസേഷനും കുറച്ച് അപ്ഡേറ്റ്സും ഒക്കെ ഈ ഒരു iOS 16 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത്തവണ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് എടുത്ത് പറയാനില്ല, ജസ്റ്റ് വാൾപേപ്പർ ഡിം ആവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. 128GB വേരിയൻറ്റ് നമുക്ക് 1,30,000 രൂപയാണ്. അതായത് സ്റ്റാർട്ടിങ് 1,30,000 രൂപയാണ്. 256GB വേരിയൻറ്റിന് 1,40,000, 512GB വേരിയൻറ്റിന് 1,60,000, 1TB വേരിയൻറ്റിന് 1,80,000 ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് iPhone 14 Proയെ പറ്റി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾക്ക് സെൽ പോയിന്റുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. Baby, this is do or die. Feel it in my veins tonight. Emotional suicide. You know it's a knife for eye. I didn't wanna